ഞാനിപ്പോൾ അബുദാബിയിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് കുറച്ചൊന്ന് മാറി ഒരു 4 കിലോമീറ്റർ മാറി ഒരു ബീച്ച് ഉണ്ടെന്ന്, കോർണിഷ് ബീച്ച് എന്നാണ് ആ ബീച്ചിൻ്റെ പേര്. നമ്മളവിടെ വരെ പോവാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഞാനും ഇമ്മാനുവലും ബിജിനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്, ജോലിക്ക് വേണ്ടി വിസിറ്റ് വന്നത്. സോ ഇവിടെ വഴിയെല്ലാം നല്ല തിരക്കാണ് എപ്പോഴും. പിന്നെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തി തരുമില്ലെങ്കിൽ എന്തോ ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 600 ദിർഹംസ് കണ്ടാണ് നമ്മൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻ വരുന്നു. ട്രാഫിക് നിയമങ്ങൾ ഭയങ്കര കർശനമാണ് അവിടെ. വണ്ടിയെല്ലാം നിർത്തി നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. നമ്മൾ അബുദാബി വരെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളേലും കാണാമെന്ന് ഓർത്താക്കാലോ അടുത്ത് തന്നെ കണ്ട ഒരു ബീച്ചിലോട്ട് വെച്ച് ഒഴിക്കുന്നത്. ചെടികളൊക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ജോഗിങ്ങിനും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എല്ലാം നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചേക്കാണ്. പൂച്ചയൊക്കെ ഓടി പോകുന്നു. എല്ലായിടത്തും നമ്മുടെ ബീച്ച് പോലെ തന്നെയാണ്, നമ്മളെ അവിടുത്തെ പോലെ തന്നെ എല്ലായിടത്തും പോലെ തന്നെ കാമുകന്മാരുണ്ടാവും. സൗണ്ട് അവരെന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ വാക്ക് വേയുടെ സൈഡാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷമുണ്ട്. ഇപ്പം മഴയ്ക്ക് സാധ്യതയുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇതാണ് നമ്മളെ ബിജിൻ. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കാൻ പോവുകയാണ്. അപ്പം ഇതൊരു 4-5 കിലോമീറ്റർ നീളം ഉണ്ടെന്നാണ് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇതൊരു തോന്നല്. ഇവിടുന്ന് അങ്ങേറ്റം വരെ കാണാം. മറൈൻ ഡ്രൈവ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കാണുന്നതാണ് അൽ-ലുലു ഐലൻഡ്. അതൊരു മാൻമെയ്ഡ് ഐലൻഡാണ്. 4 സ്ക്വയർ കിലോമീറ്റർ വീതി വരുന്നതാണ്. കാണുന്നതാണ് റിക്സോസ് മറീന എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഷാരൂഖ് ഖാൻ്റെ പിന്നീട് എന്ന് പറഞ്ഞ ചിത്രം ഇതിൻ്റെ ക്ലൈമാക്സ് ഹോട്ടലിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ വോയിസ് ഓവറാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ വീഡിയോ എടുക്കാനുള്ള എക്യുപ്മെൻറ്റ്സോ സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ എടുക്കുമെന്ന് പോലും തോന്നിയില്ല. പിന്നെ ഒരു ആഗ്രഹത്തിന് പുറത്തങ്ങ് ഇടുന്നു. അപ്പോൾ നേരെ നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിൽ ഞാൻ നേരത്തെ ഒരു ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല തിരക്കായിരുന്നു. അത് ഉച്ച സമയത്തായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അമ്മാതിരി വെയിലായിരുന്നു എൻ്റെ പൊന്നോ. അത് ഇപ്പം വൈകുന്നേരം വന്നു. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ നല്ല മഴ മൂടലുണ്ട്. മഴയ്ക്ക് ചെറുതായിട്ട് തൂളുന്നുണ്ടായിരുന്നു. ബീച്ചിൽ ഇന്നിപ്പോൾ ആൾക്കാർ കുറവാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. കൂടുതലും ടൂറിസ്റ്റുകളാണ് ഇപ്പോഴും വന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്വദേശികൾ വരുന്നത് ചുരുക്കമാണ്. വീഡിയോഗ്രാഫി ഒന്നും ബീച്ചിൽ അലോഡ് എന്നുള്ള സൈൻ ബോർഡ് നമ്മൾ ആദ്യമേ കണ്ടു. പിന്നെ തിരിച്ച് വാക്കുവേ തന്നെ വന്ന് കുറച്ച് നേരം കൂടെ നിന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ഞങ്ങളായിരുന്നു. ഇങ്ങോട്ട് കഴിഞ്ഞാൽ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല തണുത്ത കാറ്റാണ്. അപ്പം ഞാൻ വന്ന ഈ സമയത്ത് നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. ചൂടെന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു, പക്ഷേ നല്ല തണുപ്പുണ്ട് ഇവിടെ. വെള്ളമൊക്കെ നമുക്ക് അടിത്തട്ട് കാണാൻ പോലെയാണ് വെള്ളം അത്തരത്തിലെത്തി വെള്ളമാണ്. ഇതൊരു ആർട്ട് വർക്കാണ് പിന്നെ ഞങ്ങൾ ഭാഗമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ മഴ പെയ്ത് ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നില്ല. നേരെ തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു പോകുന്നു. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാൻ പറ്റിയത് ഇടുന്നതായിരിക്കും.